ജനങ്ങളുടെ ക്ഷേമത്തിനാവശ്യമെങ്കിൽ നിയമവും ചട്ടവും പൊളിച്ചെഴുതുമെന്ന് മന്ത്രി കെ രാജൻ. നിയമങ്ങളും ചട്ടങ്ങളും ജനങ്ങളെ പേടിപ്പിക്കാനുള്ളതല്ലെന്നും ആവശ്യമെങ്കിൽ പൊളിച്ചെഴുതുമെന്നും റവന്യൂ മന്ത്രി. കരുതലും കൈത്താങ്ങും മുകുന്ദപുരം താലൂക്ക് തല പരാതി പരിഹാര അദാലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. സാങ്കേതിക കുരുക്കുകളിൽപ്പെട്ട് പരിഹാരം കാണാൻ കഴിയാത്ത പ്രശ്നങ്ങൾക്ക് കരുതലും കൈത്താങ്ങും അദാലത്തിലൂടെ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞതായി അധ്യക്ഷ പ്രസംഗത്തിൽ മന്ത്രി ഡോക്ടർ ആർ ബിന്ദു പറഞ്ഞു. സാധാരണക്കാരായ ജനങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിച്ചുകൊണ്ട് അദാലത്തുകൾ നല്ല നിലയിലാണ് നടക്കുന്നത്. 2023 ഏപ്രിൽ മെയ് മാസങ്ങളിൽ പൊതുജനങ്ങളുടെ പരാതികൾ പരിഹരിക്കുന്നതിന് മന്ത്രിമാർ നേരിട്ട് പങ്കെടുത്തുകൊണ്ട് നടത്തിയ അദാലത്തിന്റെ തുടർച്ചയാണ് ഡിസംബർ 2024, ജനുവരി 2025 മാസങ്ങളിലായി നടത്തുന്നത്. ഇരിങ്ങാലക്കുട ടൌൺ ഹാളിൽ നടന്ന അദാലത്തിൽ MLA-മാരായ കെ രാമചന്ദ്രൻ, VR സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ്, ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, സബ് കളക്ടർ അഖിൽ വി മേനോൻ, അസിസ്റ്റന്റ് കളക്ടർ അതുൽ സാഗർ, ഇരിങ്ങാലക്കുട RDO MC റജിൽ, ജനപ്രതിനിധികൾ, ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേരളത്തിലെ ഗവൺമെന്റ് ഇന്ന് വിവിധങ്ങളായ കാരണങ്ങളാൽ കേന്ദ്ര ഗവൺമെന്റ് കേരളത്തെ ഈ ഫെഡറേഷന്റെ ഭാഗമായി അംഗീകരിക്കുന്ന വിധത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു തരാത്തത് ഉൾപ്പെടെയുള്ള കാരണങ്ങളാൽ പലവിധ സാമ്പത്തിക പ്രയാസങ്ങൾ അഭിസംബോധന ചെയ്യുമ്പോഴും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ കേരളം ചെലവഴിക്കുന്ന സംഖ്യ കേവലമായിട്ടുള്ള കേരളത്തിന്റെ എക്സ്പെൻഡിച്ചർ ലഭിച്ചതിന് പുറമെ ഇന്നലെ വരെ ലഭിച്ച 117 അപേക്ഷകളിൽ 77 എണ്ണം പരിഗണിക്കാവുന്നവയായിട്ട് കാണുകയും അതിൽ 12 എണ്ണം വിവിധ കാരണങ്ങളാൽ റിജക്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്.